ഹായ് വീവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് ആവും ഈ ഒരു റെസിപ്പി. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ചട്നിയൊന്നും ഇല്ലാതെ തന്നെ, ഒരു കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് പണിയാരം എന്നും പറയും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു അപ്പമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ കഴുകി വെച്ചതാണ്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ കപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോറ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരിയും ഉഴുന്നൊക്കെ എടുത്ത അതേ കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് നല്ല അരച്ചെടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ രാവിലെ ആണെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി അരച്ച് വെച്ചാലും മതി. അപ്പോൾ പെട്ടെന്നാണെങ്കിൽ നമ്മളൊരു ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഫെർമെൻ്റ് ആയി കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി വേണം. ചിലർ ഇതിലേക്ക് ചിക്കന് ഫ്രൈ ചെയ്തിട്ട് അത് കുഞ്ഞതായിട്ട് പിച്ചിയിട്ട് ചേർത്ത് കൊടുക്കും. നമ്മളിപ്പോൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ 1 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് 2 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിക്കണം എന്നില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒഴിച്ചു കൊടുത്തതാണ്. ഇത് ഓരോ കുഴിയിലായിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്കിതിന് മൂടി വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം, സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 2 വശവും വെന്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മറുഭാഗം ഒന്ന്, മുകളിലുള്ള ഭാഗം ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗം കൂടി നല്ലൊരു ബ്രൗണിഷ് കളറ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചട്നി തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടുകടല, 2 പച്ചമുളക്, 2-3 വെളുത്തുള്ളി അല്ലി, കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളി ചുട്ടെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പൊട്ടുകടല ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചുട്ടിട്ടുള്ള തക്കാളി, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം. പച്ചമുളകും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കേണ്ട, ഒരു മീഡിയം സൈസിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതൊന്ന് താളിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് അരച്ചെടുക്കുമ്പോൾ കുറച്ച് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മല്ലിയില വേണമെങ്കിൽ നമ്മൾ ബാറ്ററിലേക്കും, അപ്പം ഉണ്ടാക്കാനുള്ള ബാറ്ററിലേക്കും കുറച്ച് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. മല്ലിയില എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല.
അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ